ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ HP ഇങ്ക് ടാങ്ക് വയർലെസ് 419 പ്രിന്റർ എയർ പ്രോബ്ലം സൊല്യൂഷൻ ഇൻ മലയാളം. അതിനായി ആദ്യം അതിൻ്റെ ഫ്രണ്ട് കേസ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇടതുവശത്തായി 2 ഹെഡ് കാണാൻ സാധിക്കും. ഈ ഹെഡ് ഡ്രാഗ് ചെയ്ത് സെൻറ്ററിൽ കൊണ്ടുവന്ന് വെക്കുക. ഇതിൻ്റെ ടോപ്പ് താഴേക്ക് പ്രസ് ചെയ്യുക. ഇനി 2 ഹെഡും ഊരിയെടുക്കുക. ഡ്രാഗ് ചെയ്ത് വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പൈപ്പ് കാണാൻ സാധിക്കും. ഈ പൈപ്പിൽ ഇപ്പോൾ മഷിയില്ല. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി ഒരു സിറിഞ്ച് എടുക്കുക. ഇതിൻ്റെ നീഡിൽ നമുക്ക് ആവശ്യമില്ല, അത് മാറ്റാം. ഇനി ഇതിൻ്റെ വായ്ഭാഗം ടോപ്പിൽ കാണാൻ കഴിയുന്ന നിബിലേക്ക് കയറ്റിയ ശേഷം എയർ വലിച്ചെടുക്കുക. ഇവിടെ കളറിൽ 3 നിബും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ 1 നിബും കാണാൻ സാധിക്കും. ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇതിലൂടെ എയർ പുറത്തു പോകുന്നതായി കാണാൻ സാധിക്കും. എയർ മുഴുവനായി പോകുന്നത് വരെ ഇത് വലിച്ചു കളയണം. ടോപ്പിൽ കാണാൻ കഴിയുന്ന ആ ബ്ലാക്ക് നിബ് വളയാതെ ശ്രദ്ധിച്ച് വേണം സിറിഞ്ച് ഇൻസേർട്ട് ചെയ്യാൻ. കുറേ തവണകളായി ഈ എയർ വലിച്ച് പുറത്ത് കളയേണ്ടതാണ്. ഇപ്പോൾ എയർ ഒഴിവാകുന്നത് കാണാൻ സാധിക്കും. കുറച്ച് മഷി സിറിഞ്ചിലേക്ക് വന്നാലും കുഴപ്പമില്ല. അത് നമുക്ക് മഷി ഇൻസേർട്ട് ചെയ്യുന്ന ബോക്സിൽ ഒഴിച്ചാൽ മതി. അതുപോലെ മഷി തിരിച്ചു കയറാതെ ശ്രദ്ധിക്കണം. മഷി വലിച്ചെടുക്കുമ്പോൾ കയ്യിലാകാതെ ശ്രദ്ധിക്കണം. കയ്യിലായാൽ ഈ മഷി പോകാൻ നല്ല പണിയാണ്. ഇങ്ങനെ ഇവിടെ കാണുന്ന 4 ട്യൂബുകളും നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ച് എയർ വലിച്ചു കളയണം. ആദ്യത്തെയും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒഴിച്ച് ബാക്കി 2 ട്യൂബുകളിൽ നിന്നും
മഷി വലിച്ചെടുക്കുന്നത് കുറച്ച് പണിയാണ്. ഈ നീഡിൽ വളയാതെ നല്ലോണം ശ്രദ്ധിക്കണം. അത് വളഞ്ഞാൽ ഹെഡിലേക്ക് മഷി വരികയില്ല. ഇങ്ങനെ ഓരോന്നിലെയും എയർ വലിച്ചു കളഞ്ഞ ശേഷം ഹെഡിൻ്റെ ഉള്ളിൽ കുറച്ച് മഷി നിറയ്ക്കണം. അതിനായി ആദ്യം സി എന്ന ബോക്സിലെ ബ്ലൂ ഇങ്ക് കുറച്ച് വലിച്ചെടുക്കണം. കുറച്ച് മാത്രം എടുത്താൽ മതി. ഇനി ഇതിൻ്റെ നീഡിൽ ഊരിയ ശേഷം അറ്റത്ത് സെല്ലോ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും ചുറ്റിക്കൊടുക്കുക. ഇനി ഹെഡിൻ്റെ ഈ ബ്ലൂ കളറുള്ള വായ് ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം മഷി ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ താഴെ ഭാഗത്ത് കൂടി മഷി ലീക്കാവാൻ സാധ്യതയുണ്ട്. അതിനാൽ എന്തെങ്കിലും അടിയിൽ പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ മുഴുവൻ മഷിയാകും. ഇനി ഇത് മുഴുവനായി തുടയ്ക്കാം. ഇനി നമുക്ക് ഈ ഹെഡിൻ്റെ അടിഭാഗം ചൂടുവെള്ളത്തിൽ മുക്കണം. ഇങ്ങനെ കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ പിടിച്ച ശേഷം ഇത് പേപ്പറിൽ വെച്ച് നോക്കുക. അപ്പോൾ ഇവിടെ 3 കളർ മുഴുവനായും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഹെഡിൻ്റെ ഉള്ളിൽ മഷിയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഏതാണോ ഇല്ലാത്തത് അതിൽ മഷി ഫിൽ ചെയ്ത ശേഷം ഇങ്ങനെ തുടരുക. ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മഷി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മഷി ഫില്ലായിട്ടുണ്ട്. ഇനി ഹെഡ് തിരിച്ചിട്ട ശേഷം ആ ബ്ലൂ ടോപ്പ് ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ എയർ പ്രോബ്ലം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മഷി ഉണ്ടോ ഇല്ലയോ എന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതിനായി കളർ ബട്ടൺ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ പവർ ബട്ടൺ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ വന്നാൽ കളർ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേപ്പർ ഇട്ടതിന് ശേഷം വേണം ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കാൻ. ഇപ്പോൾ പേപ്പർ വലിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ പ്രിൻ്റായി വരുന്നുണ്ട്.
ഈ പ്രിന്റിൽ ഏകദേശം എല്ലാം ഓക്കെയാണ്. കളറും എല്ലാം വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റും ഫുള്ള് ഫില്ലഡാണ്. താഴെ ഭാഗത്ത് ഗ്രീൻ കളറാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇവിടെ എയർ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. See you. Again. Bye.